ഇത് നിങ്ങൾ DDMA സംബന്ധിച്ച് പറഞ്ഞത്. DDMA നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം ലഭ്യമായത്. അതിനുശേഷമാണ് 2026 സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവും ഈ പറഞ്ഞ DDMA പരാമർശവും എല്ലാം നിങ്ങൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയില്ലേ? പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടല്ലേ ഈ അംഗീകാരം നൽകിയത്? സംസാരിച്ച ഘട്ടത്തിൽ തെറ്റ് പറഞ്ഞു പോവരുത്. സന്തോഷം. പറയൂ നിങ്ങൾ പറയൂ. എന്താണ് DDMA പരിഗണിക്കണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചത്. DDMA-യുടെയും KSDMA-യുടെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കണ്ട എന്നാണ് തീരുമാനമെടുത്തത്. അതാണ് സ്മൃതി നേരത്തെ പറഞ്ഞത്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ഈ പറയുന്ന EIE പരിസ്ഥിതി ആഘാത ലഘൂകരണ പദ്ധതി റിപ്പോർട്ട് EMP എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിനു പുറത്തൊരു തീരുമാനമെടുക്കാനോ അനുമതി നൽകാനോ ജില്ലാ സംസ്ഥാന അതോറിറ്റികൾക്ക് നിയമപരമായി ഒരു അധികാരവുമില്ല. ഈ അപേക്ഷ സ്വീകരിക്കാൻ പോലും പാടില്ലായിരുന്നു എന്നാണ് ഈ മിനിറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ജില്ലാ കളക്ടർക്കടക്കം ഒരു അധികാരവും ഇല്ല എന്ന് പറയുകയാണ് മിനിറ്റ്സ്. അത് എൻവയോൺമെന്റൽ ക്ലിയറൻസിന്റെയും അതായത് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസും സെൻട്രൽ എൻവയോൺമെന്റൽ ക്ലിയറൻസും നൽകുന്നതിന് സ്റ്റേറ്റിലും സെൻട്രലിലുമുള്ള ഇത്തരം ധാരാളം ഇതുകൊണ്ട് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ധാരാളം വകുപ്പുകളുണ്ട്. ഇത്തരം വകുപ്പുകളുടെ എല്ലാം ക്രോഡീകരിച്ച അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം നൽകുന്നത്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നത് സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ക്ലിയറൻസ് കിട്ടുന്നത് ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടട്ടെ. അതിൻ്റെ അകത്ത് ആർക്കാണ് ആക്ഷേപം അങ്ങനെ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് തുടർ പരിശോധനയിൽ ആ കാര്യങ്ങൾ വരട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം എല്ലാ അതോറിറ്റികളുടെയും പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റിന്റെ ക്ലിയറൻസും സ്റ്റേറ്റ് നൽകുന്ന ക്ലിയറൻസ് പരിശോധിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസും നൽകുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സ്റ്റേറ്റ് നൽകിയ ക്ലിയറൻസും നേരത്തെ പറഞ്ഞല്ലോ 3 വർഷത്തെ SIA സ്റ്റഡി നടത്തണം എന്നുള്ളൊരു പരാമർശം ഉണ്ടായല്ലോ. ഈ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റ് നൽകിയ ക്ലിയറൻസിന്റെ പുറത്താണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും വയനാട്ടിൽ നിന്നുള്ള ഒരു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി പോയി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അന്ന് അത് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസിനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പോൾ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകളും കോടതിയിൽ നൽകിയിരുന്നില്ലേ ലിൻഡോ? തുടർ പഠനങ്ങൾ സംബന്ധിച്ച ഒരു ഉറപ്പും കോടതിയിൽ നൽകിയിരുന്നില്ലേ? ആ പഠനം എവിടെ? ആ ഉറപ്പുകൾ അത് കോടതി നിങ്ങൾ പറയുന്നത് കേൾക്കൂ, പൂർണ്ണമായിട്ടും പറയുന്നത് കേൾക്കൂ. ആ ഉറപ്പുകളല്ലേ 60 കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞത്. ആ 60 കണ്ടീഷൻസ് പാലിക്കാൻ കമ്പനി, കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ, PWD, സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. പരിശോധിക്കാം എന്ന് പറയുന്നത് നമ്മളിവിടെ ദുരന്തത്തിന് ശേഷമുള്ള ചർച്ചയാണ് ലിൻഡോ. ഇവിടെ പരിശോധിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നടപടി സ്വീകരിക്കണം. അങ്ങനെ പാലിക്കപ്പെടാത്ത കാര്യം ഏതാണ് നിങ്ങൾ പറഞ്ഞ കാര്യം? എനിക്ക് അറിയാവുന്ന കാര്യത്തിൽ അതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഒന്നെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കും, പറയുന്നത് കേൾക്കൂ. ശരി, നിങ്ങൾ സോയിൽ നെയിലിംഗിന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചില്ലേ? സോയിൽ നെയിലിംഗ് ഇത് EPC മോഡലുള്ള ഒരു കോൺട്രാക്ട് ആണ്. EPC മോഡ്, അതിന്റെ അകത്ത് DPR-ൽ സോയിൽ നെയിലിംഗ് വരുമോ? അത് ഉത്തരം പറ. അത് DPR സോയിൽ നെയിലിംഗ് വരുമോ? നിങ്ങളുടെ വസ്തുതാവിരുദ്ധമായ കാര്യമല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തം ഇല്ലേ? അതിനല്ലേ അന്വേഷണം. അതിനാണ് അന്വേഷണം നടത്തുന്നത്. ഞാനിവിടെ പറഞ്ഞത് എന്താണ്? സൂചിപ്പിച്ച കാര്യം പറഞ്ഞുള്ളൂ. അതെ, എല്ലാം കഴിഞ്ഞ ശേഷം പരിശോധിക്കാമെന്ന് പറയുന്നതും കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക ഇത്? അതാത് കാലങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം നടക്കുന്ന ഒരു നമ്മൾ നടത്തേണ്ട മുൻകരുതൽ എത്രത്തോളം പരിശോധിക്കേണ്ടത്. അല്ല സ്മൃതി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ആ ദാരുണമായ സംഭവത്തെ തള്ളിക്കളയുന്ന രൂപത്തിലേക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിവെക്കരുത്. ലിൻഡോ, ആ ദാരുണമായ സംഭവത്തെ അപലപിക്കുന്ന ആളുകളാണ്. വീഴ്ച സംഭവിക്കുന്നത് പരിശോധിക്കാൻ വേണ്ടത്.
ലിൻഡോ എന്തിനാണ് രോഷം കൊള്ളുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻ അല്ല. അല്ലല്ല, വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണുമ്പോൾ അങ്ങനെയാണ് രോഷം കൊള്ളുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ ഇതിനൊക്കെ അനുകൂലമാണെന്നുള്ള ചിന്തയിലുണ്ടാവുക. ലിൻഡോ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നമ്മളോട് കാണിക്കേണ്ട ഒരു മാന്യത സ്മൃതി നിങ്ങൾ കാണിക്കണം. എന്താ ലിൻഡോ ഈ അവസാന നിമിഷം അങ്ങേക്ക് ഒരു മര്യാദ തോന്നുന്നത്? ഇടയിൽ നിങ്ങൾ കയറിയിട്ട് എന്താണ് ദാരുണമായ സംഭവത്തെ കുറിച്ച് പറയുന്നത്? എന്താണ് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അവസരം തരണം. അതിനിടയിൽ കയറി ദാരുണമായ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ലിൻഡോയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ലിൻഡോ ഈ ഒരു മണിക്കൂർ വിശദീകരിച്ചില്ലേ? ഈ ദാരുണമായ സംഭവത്തെ വീഴ്ച സംഭവിച്ചത് അന്വേഷിക്കണമെന്ന് പറയുന്ന ആളെ ഞാൻ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് വീഴ്ച സംഭവിച്ച അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ലിൻഡോ പറയുന്ന വാദത്തിൽ ഇതിലൂടെ കമ്മിറ്റികളുടെ കാര്യങ്ങൾ, കമ്മിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ, ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രതിനിധികളുള്ള കാര്യങ്ങൾ, നടത്തിയ സന്ദർശനത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ അക്കമിട്ട് പറയുന്നു. ഇതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും ഇവിടെ സംഭവിച്ച വീഴ്ചയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ വീഴ്ചകളാണ് ഇന്നത്തെ പത്രങ്ങൾ മുഴുവൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അവഗണിച്ച കാര്യം കൂടിയാണ് ഈ ഞങ്ങൾ നിങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ലിൻഡോ. ലിൻഡോ ഇതിനകത്ത് മുഴുവൻ തലയിലേക്ക് എടുത്തിരുന്നത്. ലിൻഡോ ഞാൻ പറഞ്ഞോ ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഈ പറയുന്ന 14 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ട് പോലും ഈ നിർമ്മാണം നടത്തുന്നവർ പരിശോധിച്ചിട്ടില്ല, അതിന്മേൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അവിടെ മണ്ണെടുത്തതിൽ അടക്കമുള്ള പിഴവുകൾ നമ്മൾ കാണുകയാണല്ലോ. അങ്ങേക്ക് പറയുന്ന പിഴവുകളാണ്. അത് ഇനി തിരുത്തുമെന്ന് പറയുന്നതിൽ എന്താണ് ഇനി കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി തിരുത്തിയിട്ട് എന്താണ് കാര്യം? നടക്കാനുള്ള നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പോകുന്നു. ബൈ.